നമ്മുടെ മനസ്സിൽ ഒരു ഇച്ഛാശക്തി വേണം, ഒരു ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും വേണം. അതാണ് നമ്മളെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് നയിക്കും. ഈ നൊസ്റ്റാൾജിയെ പറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളിലും അവർ മുൻപന്തിയിലുണ്ട്. പല തരത്തിൽ അവർ സഹായിക്കുന്നുണ്ട്. ഒരുപാട് കഴിവുകളുള്ള ആളുകൾ ഈ നൊസ്റ്റാൾജിയ ക്ലബിലുണ്ട്. എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളെ എടുക്കുന്ന ആളുണ്ട്, അഭിനയിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അതുപോലെ ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അഭിനയത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ബാലേട്ടനൊക്കെ നല്ലൊരു അഭിനേതാവാണ്. കഴിഞ്ഞ ഒരു 4-5 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ ഒരു ചെറിയ പെൺകുട്ടി ഒരു ടീച്ചർ വന്ന് പറഞ്ഞു, നിങ്ങളല്ല ഇഷ്ട ചിത്രത്തിൽ അഭിനയിച്ച ആളെന്ന് ചോദിച്ചു ഇപ്പോൾ ബാലേട്ടനോട്. ഇപ്പോൾ ബാലേട്ടൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് ചിത്രം എന്ന്. പത്രത്തോളം കഴിവുകളുള്ള ചെറുപ്പക്കാരും പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ പ്രോത്സാഹനം നൽകണം. അവരൊക്കെയാണ് നമ്മുടെ നാടിന്റെ ആത്മാവ്. അല്ലെങ്കിൽ ഇത്തരം ഒരു സംരംഭങ്ങളാണ് നമ്മുടെ നാടിന്റെ ഐക്യവും സഹോദര്യവും നിലനിർത്തുന്നത്. ഈ നാടിനെ അത് വേണ്ടതും അത് തന്നെയാണ്. പരിപാടികളും ഏതാനിമിഷക്കകം ആരംഭിക്കുന്നതായിരിക്കും. പിന്നെ കുട്ടികളുടെ വിവിധ തരം കലാപരിപാടികൾ, സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഏതാനിമിഷക്കകം ആരംഭിക്കുന്നതായിരിക്കും. മത്സരം ഏതാനും നിമിഷങ്ങൾ ആരംഭിക്കും. ആവേശകരമായ ശേഷം മ്യൂസിക് ഉറിയടി. കേരള കുമാരനാശാൻ പുരസ്കാരവും നേടിയ നമ്മുടെ നാടിന്റെ ടീച്ചർ ഷൈന ടീച്ചറെ ആദരിക്കാൻ പരിപാടി ഓണാഘോഷ പരിപാടിയും ആയിരുന്നു. ഇന്നലെ തിരുവോണത്തിന് നടത്താൻ ഈ പ്രദേശത്തെ നൊസ്റ്റാൾജിയ കെയർ ആൻഡ് ക്യൂർ
അതിൻ്റെ സംഘാടകർ തീരുമാനിച്ചതാണ്. ചില സാങ്കേതിക കാരണവശാൽ ഇന്നേക്ക് അവിട്ടനാളിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ആ ഒരു ദുഃഖം, ഖേദം ഞങ്ങൾ ആദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുഃഖം, നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ വയനാട് ജില്ലയിൽ ഉണ്ടായ ദുരന്തം. അവിടെ എണ്ണമറ്റ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നും തിരിച്ചു കിട്ടാത്ത ശരീരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത്, വാണിവേൽ പഞ്ചായത്തിൻ്റെ വിലങ്ങാട് ഭാഗത്ത് ഒരു വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായത്. പക്ഷേ ഒരു അധ്യാപകൻ നഷ്ടപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങളെയും മൗനം ആചരിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് ആ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മൗനം ആചരിക്കുക. എൻ്റെ കടമ ഈ വേദിയിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആ ഒരു കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. തൻ്റെ അധ്യാപക ജീവിതത്തിൽ ഒട്ടനവധി എണ്ണമറ്റ ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് ഉയർത്തി അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച നമ്മുടെ പേരാമ്പ്ര കോളേജിൻ്റെ പ്രൊഫസറും നമ്മുടെ സ്വന്തം അയൽവാസിയുമായ പ്രൊഫസർ അസ്സൻകുട്ടി മാസ്റ്ററെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാഷ് വന്നാലും. (2024) സാഹിത്യത്തിനുള്ള മികച്ച പുരസ്കാരം ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഭാരതീയ പുരസ്കാരം. അതിൻ്റെ കൃതികർത്താക്കൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ നാടിന്റെ കവയത്രി, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകളും അഭിവാദനത്തിന്റെ നിറമാലകളും ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടിലെ സ്വന്തം ടീച്ചർ ശൈലജ ടീച്ചറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ വന്നായിരുന്നു. അടുത്തതായി നമ്മുടെ നാട്ടിലെ ഏത് പ്രവർത്തനത്തിനും, ഒരു ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും എവിടെയും നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടുകാരൻ കോടിയണ്ടി മൊയ്തുവിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഏത് നമ്മുടെ ഒരു മങ്കിന്റെ കാര്യത്തിനായാലും എവിടെയും നമുക്ക് പ്രോത്സാഹനം നൽകുന്ന പഞ്ചാത്തോളി കേളപ്പട്ടനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ വേദി ധന്യമാക്കി തരുവാൻ, ഈ വേദിയിലെ കാര്യപരിപാടികൾ നിയന്ത്രിക്കാനും ഈ വേദിയിലെ അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി കോടിയണ്ടി മൊയ്തുവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ നാടിൻ്റെ സന്തോഷം, നമ്മുടെ നാടിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട ശൈലജ ടീച്ചറെ നമ്മൾ ആദരിക്കുമ്പോൾ നമ്മുടെ നാടിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ സന്തോഷമാണ് ഈ സുദിനത്തിൽ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടീച്ചർ നമ്മളൊക്കെ പഠിച്ച് നമ്മളിപ്പോൾ 101-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന നമ്മുടെ വിഷ്ണുമംഗലം LP സ്കൂളിലെ അധ്യാപികയായിരുന്നു. ആ അധ്യാപന കാലത്ത് ഒരുപാട് ശാരീരികമായ അവശതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് വീട്ടിൽ ഇരുന്നു പോയ ഒരവസ്ഥയുണ്ടായി. വീട്ടിൽ തന്നെയായിരുന്നു. പലപ്പോഴും എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആയ ടീച്ചർ ഒരു പുനർജന്മം പോലെ, അല്ലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ ഇന്ന് കേരളം തന്നെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരിയായി ഉയർന്നു വന്നിരിക്കുകയാണ്. കവയത്രിയായും കഥാരചയിതാവായും എല്ലാ രീതിയിലും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ മാറിയിരിക്കുന്നു. നമുക്ക്
ഏറെ സന്തോഷമാണ് ഉള്ളത്. വിഷ്ണുമംഗലത്തെ പറയുമ്പോൾ വിഷ്ണുമംഗലം കുമാറിനെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എഴുത്തുകാരൻ എന്നുള്ളതിനെ. ഇപ്പോൾ ടീച്ചറും അതുപോലെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന തരത്തിലേക്ക് നമ്മുടെ ടീച്ചർ ഇവിടെ സാഹിത്യ രംഗത്ത് അല്ലെങ്കിൽ എഴുത്ത് മേഖലയിൽ എത്തി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെ. കൂടുതലൊന്നും ഞാൻ എൻ്റെ ഈ വേദിയിൽ വെച്ച് പറയുന്നില്ല. ഇവിടെ ടീച്ചർ ആദരിക്കപ്പെടുമ്പോൾ ടീച്ചറെ ആദരിക്കുന്നത് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അസ്സൻകുട്ടി മാസ്റ്ററാണ്. അസ്സൻകുട്ടി മാസ്റ്ററെ പറ്റി നേരത്തെ സ്വാഗത പ്രസംഗം ഇവിടെ പറഞ്ഞു. പേരാമ്പ്രയിലും അതുപോലെ മടപ്പള്ളിയിലുമൊക്കെ ദീർഘകാലം അധ്യാപകനായി, പ്രൊഫസറായി, പ്രിൻസിപ്പളായൊക്കെ വിരമിച്ച് ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ശിഷ്യ സമ്പത്തുള്ള ഒരു മഹനീയ വ്യക്തിത്വത്തെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ. തൊട്ട അടുത്താണെങ്കിലും കുറ്റത്തമിഴിലേക്ക് നമുക്ക് അറിയില്ലായിരുന്നു അതിന്റെ മാണം. ഞാൻ അദ്ദേഹം തിരുത്തി പറയുന്നതല്ല. നമ്മുടെ നാടിനെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അസ്സൻകുട്ടി മാസ്റ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളിലും അതുപോലെയുള്ള ഇതിനേക്കാളും കുറച്ചുകൂടി ഗംഭീരമായ ചടങ്ങുകളിലൊക്കെ അദ്ദേഹത്തെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും. ഇതൊരു വിശദമായ ചടങ്ങാണ്, പക്ഷേ ഈ ചടങ്ങ് പ്രൗഢ ഗംഭീരമാണ്. എന്തുകൊണ്ടും ബഹുമാനിക്കപ്പെടേണ്ട ഒരു ചടങ്ങ് തന്നെയാണിത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഇത്തരം ഒരു നല്ല ഒരു സംരംഭത്തിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച നൊസ്റ്റാൾജിയ കേരൻ കെയർ ക്ലബിന്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇത് അവരെ പറ്റി കുറച്ച് പറയേണ്ടതുണ്ട്. ഈ നൊസ്റ്റാൾജിയെ പറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളിലും അവർ മുൻപന്തിയിലുണ്ട്. പല തരത്തിൽ അവർ സഹായിക്കുന്നുണ്ട്. ഒരുപാട് കഴിവുകളുള്ള ആളുകൾ ഈ നൊസ്റ്റാൾജിയ ക്ലബിലുണ്ട്. എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളെ എടുക്കുന്ന ആളുണ്ട്, അഭിനയിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, അതുപോലെ ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അഭിനയത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ തന്നെയുള്ള നമ്മുടെ ബാലേട്ടനൊക്കെ നല്ലൊരു അഭിനേതാവാണ്. കഴിഞ്ഞ ഒരു 4-5 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ ഒരു ചെറിയ പെൺകുട്ടി ഒരു ടീച്ചർ വന്ന് പറഞ്ഞു, നിങ്ങളല്ല ക്രിസ്ത്യ ചിത്രത്തിൽ അഭിനയിച്ച ആളെന്ന് ചോദിച്ചു ഇപ്പോൾ ബാലേട്ടനോട്. ഇപ്പോൾ ബാലേട്ടൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് ചിത്രം എന്ന്. അത്രത്തോളം കഴിവുകളുള്ള ചെറുപ്പക്കാരും പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ പ്രോത്സാഹനം നൽകണം. അവരൊക്കെയാണ് നമ്മുടെ നാടിന്റെ ആത്മാവ്. അല്ലെങ്കിൽ ഇത്തരം ഒരു സംരംഭങ്ങളാണ് നമ്മുടെ നാടിന്റെ ഐക്യവും സഹോദര്യവും നിലനിർത്തുന്നത്. ഈ നാടിനെ അത് വേണ്ടത് അത് തന്നെയാണ്. എന്തുകൊണ്ടോ ഒരു ചെറിയ അകൽച്ച ഉണ്ടാകുന്നത് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരിക്കലും ഉണ്ടാകരുത്. ഇത്തരം നല്ല സംരംഭങ്ങൾ, ഇനിയും കൂട്ടായ പ്രവർത്തനങ്ങൾ നമുക്കൊന്നായി ഒന്നിച്ച് ഇതിലും വിപുലമായി അടുത്ത ഓണാഘോഷ പരിപാടിയിൽ ഇതിലും വിപുലമായ പരിപാടി നമുക്ക് ചെയ്യാൻ കഴിയണം. അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ നമുക്ക് കഴിയണം. ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലുണ്ട്. നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ 1000 അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയെ ധന്യമാക്കിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി നമ്മുടെ ടീച്ചർക്ക് മൊമെന്റോയും അതുപോലെ ചാളം അണിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അസ്സൻകുട്ടി മാസ്റ്റർ നിർവഹിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. അതുപോലെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നാടിന്റെ എല്ലാമായ നമ്മുടെ ശൈലജ ടീച്ചറെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങോട്ട് വെള്ളം. കർഷക ഗ്രൂപ്പിലെ എല്ലാ ഭാരവാഹികളും വന്ന് ടീച്ചർക്ക് പൊന്നാട അണിയിക്കണം. നിങ്ങളെ അഭിസംബോധിച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അസ്സൻകുട്ടി മാസ്റ്ററെ ബഹുമാന പുരസ്കാരം. സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട നമ്മുടെ ടീച്ചർ
എൻ്റെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടീച്ചർ എന്നെ കൂടി ടീച്ചറാണെന്ന് ഞാൻ പറയും. എനിക്ക് അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ 2 കുട്ടികളെ ടീച്ചറാണ് അവർ. സോറി, നിഹാന്യം ടീച്ചറാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ആദരം കൂടിയാണത്. പണ്ടൊക്കെ സമർപ്പിക്കേണ്ട ഒരു ഗുരുപൂജ എന്ന് പറയാം. ഇതിനെന്നെ ക്ഷണിച്ചത് ഗുരുപൂജയ്ക്ക് വേണ്ടിയാണ് അത് നിർവഹിക്കുന്നത്. ക്ഷണിച്ച ഈ കേരള ഗ്രൂപ്പിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ ടീച്ചർ നമ്മൾ അറിയപ്പെടാത്ത ഒരു മുത്താണ്. എത്രയോ കവിതകൾ 14ഓളം പുസ്തകങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മളാരും അറിയില്ല. ഇപ്പോൾ ടീച്ചറെ പുസ്തകം തന്നപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ എഴുതുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ എത്രയോ ഇതൊന്നൊരു നമ്മൾ പ്രസിദ്ധീകരണത്തിൽ കൊടുത്താൽ വളരെയധികം പോപ്പുലാരിറ്റി നേടിക്കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടിൻ്റെ ഒരു വിളക്കാണ്. ആ വിളക്ക് ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ജ്വലിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ അത്യാവശ്യമാണ്, അംഗീകാരം അത്യാവശ്യമാണ്. നമുക്ക് കിട്ടുന്ന അവാർഡേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട്ടുകാരെയും വായനക്കാരുടെയും അംഗീകാരമാണ്. അതവർക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരും കലാകാരന്മാരൊക്കെ ഉയർന്നു വരും. വളരെയധികം സന്തോഷം. പണ്ട് കാലത്തൊക്കെ സാഹിത്യ സൃഷ്ടികളൊക്കെ നടത്തിയ വളരെ രഹസ്യമായിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു. അച്ചടി മാധ്യമങ്ങളില്ല, പ്രസിദ്ധീകരണങ്ങളൊക്കെ വളരെ കുറവ്. അക്കാലത്തൊക്കെ പ്രസിദ്ധീകരണങ്ങൾക്ക് വളരെ കുറവായിരുന്നു. ഇപ്പൊ പ്രസിദ്ധീകരണങ്ങൾക്ക് ധാരാളം ചാൻസ്, കഴിവുള്ളവർക്ക് എവിടെയും ചാൻസ് ഉണ്ട്. കലാകാരന്മാരായാലും ശരി, സാഹിത്യകാരായാലും ശരി, എല്ലാവർക്കും അതിനുള്ള സാഹചര്യവും ചാൻസ് ഉണ്ട്. കാരണം ഈ വിവിധ നവമാധ്യമങ്ങൾ, ഇതുപോലുള്ള ഗ്രൂപ്പുകൾ എല്ലാം തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു, പ്രോത്സാഹനം നൽകുന്നു എല്ലാ കാലത്തും. അപ്പോൾ നാട്ടിൽ ടീച്ചർ പോലുള്ള എത്രയോ വ്യക്തികൾ ഈ നാട്ടിലും കാണുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ഈ കഥയൊക്കെ മാതൃഭൂമിയിലൊക്കെ വരുന്ന കഥകൾ വായിക്കല്ലാതെ വേറെ അങ്ങനെ വായിക്കാം. പിന്നെ അക്കാലത്തൊക്കെ ഗ്രാമീണ വായനശാല ലൈബ്രറികൾ ധാരാളം ഉണ്ടായിരുന്നു. നമ്മളെക്കാളും പുസ്തകം എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. ഇപ്പം ഗ്രാമീണ മട്ടാണ്. അതിൻ്റെ പ്രവർത്തനം അത്ര പണ്ടത്തെ അത്ര പോരാ. വായനയും ഇന്ത്യയിൽ പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ടീച്ചർ കിട്ടിയ ഒരു വലിയൊരു അവാർഡാണത്. നമ്മുടെ നാട്ടിൽ പൊന്നാടി അടിച്ചപ്പോൾ ടീച്ചർ മോത്തിയം കണ്ട വിരിയുന്ന മന്ദ പുഷ്പങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു കൊടുക്കുന്നു. എൻ്റെ ടീച്ചർക്ക് ഞാൻ പ്രത്യേകം എൻ്റെ നിലയ്ക്ക് ഒരു അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അപ്പോൾ അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട ബാലേട്ടനെ ക്ഷണിക്കും. ആശംസകൾ അർപ്പിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാരെ, നല്ലവരായ സുഹൃത്തുക്കളെ, മറ്റു ബന്ധുമിത്രാദികളെ, ഈ ടീച്ചറുടെ ഈ ഒരു അവാർഡ് കിട്ടിയ അവസരത്തിലുള്ള ഈ ഒരു പുരസ്കാരം കൊടുക്കലിനും പ്രാപിക്കലിനും വേണ്ടി ഇവിടെ സന്നിഹിതരായ മുഴുവൻ നാട്ടുകാർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു, ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. മാത്രമല്ല ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മളുടെ ചെറുകുട്ടി മാസ്റ്റർ, അയാൾ മാഷല്ല പ്രൊഫസറാണ്. അദ്ദേഹത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ വ്യക്തികൾക്കും നൊസ്റ്റാൾജിയയുടെ ഇതിൻ്റെ എല്ലാം കെട്ടിപ്പടുത്ത് ഇതിനെ ഈ തരത്തിലാക്കി കൊണ്ടുവന്ന ആൾക്കാർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. വേദിയിരിക്കുന്ന ഉത്തമകുട്ടി മാസ്റ്റർ, ശൈല ടീച്ചർ, മൊയ്തൂക്ക, കൂടാതെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, നെസ്റ്റോജൻ ഭാരവാഹികൾക്കും എൻ്റെ വിജയമായ കൂട്ടുള്ളൂ. കൂടാതെ ശൈല ടീച്ചറിൻ്റെ പ്രത്യേക കാര്യത്തിൽ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ 3 മക്കളെ പഠിപ്പിക്കലും എല്ലാം ബഹുമാറും കൂടിയായിട്ട് അയ്യൊരു നന്ദി ടീച്ചർക്ക് ഞാനെപ്പോഴും ഉണ്ട്. പിന്നെ കൂടാതെ വലിയ വലിയ പുരസ്കാരങ്ങൾ നേടിയെടുത്ത് അതിന്
അവരുടേതായ ടീച്ചർക്ക് ടീച്ചറെക്കാട്ടും അഭിമാനം ഞങ്ങൾക്കാളും നാട്ടുകാർക്ക്. എന്താ വെച്ചാൽ നമുക്കൊരു പേരുണ്ടാവുമല്ലോ, ടീച്ചർക്ക് അവാർഡ് കിട്ടിക്ക് എന്നുള്ള പുരസ്കാരം കിട്ടിക്ക് എന്നുള്ള പേര് നമുക്ക് നമ്മുടെ നാട്ടിലും ജനങ്ങൾക്കും ഉപകാരമായി കിട്ടട്ടെ. നമുക്ക് കൾച്ചറൽ സെൻ്ററിൻ്റെ ഭാരതീയം പുരസ്കാരം, അതുപോലെ കുമാരനാശാൻ അവാർഡ് തുടങ്ങി അത് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ടീച്ചർ വാങ്ങി. അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ വാങ്ങി നമ്മുടെ നാടിൻ്റെ കണ്ണിലുണിയായ കഥയും കവിതകളും നേരത്തെ ആസകുട്ടി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഒട്ടനവധി പുസ്തകങ്ങളും കഥകളും നമുക്ക് നൽകി നമ്മുടെ നാടിനെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ടീച്ചർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം അവരെ നിങ്ങളോട് മറുപടി പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശൈല ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ പ്രൊഫസർ ഹസൻകുട്ടി മാസ്റ്റർ, ഇവിടെ ഈ പ്രോഗ്രാമിന് സ്വാഗതമരുളിയ സഹോദരൻ രാജൻ, അതുപോലെ ഇവിടെ ആശംസ അർപ്പിച്ച മൊയ്തു സാഹിബ്, കേളപ്പേട്ടൻ, ബാലേട്ടൻ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇതെല്ലാം എൻ്റെ മക്കളാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ആദരവ് തരുമുണ്ടായ സന്തോഷം, എനിക്ക് വന്ന ആ വികാരം എന്നാണ് തന്നെ എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ ഇത്രക്കും ഭാഗ്യവതിയായോ എന്ന് ഞാൻ ആലോചിച്ച് ചോദിച്ചാ. കാരണം ഇവിടെയുള്ള എല്ലാവരും കുഞ്ഞു കുട്ടികൾ ഒഴിച്ചെല്ലാം എൻ്റെ മക്കളാണ്. ഞാൻ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്ത അറിവ് പകർന്നു കൊടുത്ത എൻ്റെ മക്കൾ. ഇത്രമാത്രം പുണ്യം കിട്ടാൻ ഞാനെന്ത് ഭാഗ്യമാണ് ചെയ്തത്. അപ്പോൾ ഈ നാടിൻ്റെ അധ്യാപികയായി ഈ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് ഞാൻ 27 കൊല്ലം ഇവിടെ അധ്യാപികയായി. 2019 ഞാൻ വിരമിക്കേണ്ടതെങ്കിലും 2000 എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. അതായത് ശരീരവേദന, നട്ടെല്ലിലെ കശേരുക്കൾക്ക് അകലം വന്നിട്ട് അതിൻ്റെ ഒരു പ്രയാസമാണ്. അപ്പോൾ 2013 വരെ ഞാൻ എൻ്റെ ആ വേദനയും ചികിത്സയും ഒക്കെയായി ഈ സ്കൂളിലേക്ക് വന്നു, കുട്ടികളെ അറിവ് പകർന്നു. അതിനുശേഷം 2013 അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഒരു മകൻ പെട്ടെന്ന് മരണപ്പെടേണ്ടായതും ആ മാനസിക പ്രയാസത്തോടെയായിരുന്നു ഞാൻ പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2013 ഒരു വീഴ്ച വരികയും അതേ തുടർന്ന് ഞാൻ പൂർണ്ണമായും കിടപ്പിലായിപ്പോയി. പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കിടപ്പിന്ന് ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഞാൻ 1 വർഷം കിടന്നിരുന്നു. എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ മൂത്ത മോനാണ് എന്നെ എടുത്തു കൊണ്ടുപോവുക. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്നെ ശുശ്രൂഷിക്കുന്ന ഒരവസ്ഥ കാരണമാണ് ഏറ്റവും നന്നായി പഠിക്കുന്ന അവന് ഇന്നൊരു നല്ല ജോലി എന്ന് പറയാൻ ഇല്ലാത്തൊരവസ്ഥയിൽ. ഇപ്പോൾ ഈ സന്തോഷങ്ങൾക്കിടയിലെല്ലാം എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു നോവ് അതാണ്. അവൻ ഈ സ്കൂളിൽ വെച്ച് സത്യം പറഞ്ഞാൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. തന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഉറങ്ങാതിരിക്കുന്നല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇതിലൂടെ എല്ലാവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാനൊരു കവിത എഴുതിയിട്ടത് അതെല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും എനിക്ക് തന്നു പ്രോത്സാഹനം. ഇവിടെ മാഷ് പറഞ്ഞതുപോലെ പ്രോത്സാഹനം എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയണ്ടേ ഒരു അമൃതാണ് സത്യത്തിൽ. അപ്പൊ അതുമ്മ പിടിച്ച് ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ വന്ന അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചതും ഞാൻ കണ്ടതും ഞാൻ തൊട്ടറിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും പിന്നെ എഴുതാൻ ഇങ്ങനെ തുടങ്ങി. എനിക്ക് എഴുതാനാവുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാനത് ശരിക്കും അതിൻ്റെ ഒരു റെഡിയായി വരണമല്ലോ എഴുതിയിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ മോളെ കല്യാണവും കഴിഞ്ഞു. മോളെ ഭർത്താവ് അയച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എഴുതിയാൽ മതി, ഞാനങ്ങ് ശരിയാക്കി ടൈപ്പ് ചെയ്ത് തരാം. അങ്ങനെ അവൻ ടൈപ്പ് ചെയ്തു. പിന്നെ ഞാനത് ഫേസ്ബുക്കിൽ എല്ലാം കൊടുത്തപ്പോൾ അവിടെ നിന്നൊക്കെ വളരെ പ്രോത്സാഹനം കിട്ടി. അങ്ങനെ ഇങ്ങനെ ഞാൻ എഴുതിയതാണ്. അപ്പോൾ എന്തായി, എൻ്റെ ആ ചിന്തകൾക്ക് മാറ്റം വന്നു. അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്തിനു ജീവിക്കുന്നു എനിക്ക് ഒരു ജീവിതത്തോട് ഒരു ആകെ വിരക്തിയായിരുന്നു. മരിച്ചാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു അന്ന്. എന്തിനാ ജീവിക്കുന്നത്, രാവിലെ ആകുന്നു രാത്രിയാകുന്നു, രാത്രി ഒരുപോലെ പകലും ഒരുപോലെ. കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പകലൊന്നും എഴുന്നേറ്റ് നടക്കാനാവുന്നില്ല. ലളിതാംബിക അന്തർജന സ്മാരക പുരസ്കാരം കിട്ടി. ഇപ്പൊ ഈ വർഷം കുമാരനാശാൻ സ്മാരക പുരസ്കാരം കിട്ടി. ഇതൊക്കെ കിട്ടുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം വീണ്ടും എഴുതാൻ എന്നെ എനിക്ക് പ്രചോദനമാകുകയാണ്. വീണ്ടും ഞാൻ ഇതിൽ തന്നെ ആയി. ഇപ്പം നോക്കുമ്പോൾ
എന്റെ ഭർത്താവ് പറയുന്ന ഒരേ ഒരു പരാതി എന്താ വെച്ചാൽ, ഇനി കഥകളുടെ ലോകത്തില്ലേ, ഇനി കവിതകളുടെ ലോകത്തില്ലേ, ഇനി ഈ ലോകത്തൊന്നുമല്ലല്ലോ. സത്യം പറഞ്ഞാൽ അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ എന്റെ കുടുംബമോ എന്റെ ഉത്തരവാദിത്തങ്ങളോ അന്നും ഇന്നും മറന്നിട്ടില്ല. കാരണം ഞാൻ അങ്ങനെയാണ് ആദ്യം ജീവിച്ചത്. കുടുംബത്തിന്റെ തലവനായിട്ട് ഞാൻ ജീവിച്ചത്. അതിൽ ഞാൻ വിട്ടു നിന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് സന്തോഷം കണ്ടെത്തുന്നത്, നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ എനിക്ക് കിട്ടുന്നത്, ഞാൻ എന്റെ ശരീരവേദന മറക്കുന്നത് ഈ എഴുത്തിലൂടെയാണ്. അപ്പം ധാരാളം സാഹിത്യ ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും. അപ്പൊ അതിലൊക്കെ തന്നെ മത്സരങ്ങളും വരും. മത്സരത്തിലേക്ക് കഥകളും കവിതകളും ലേഖനങ്ങളും കൊടുക്കും. അതൊക്കെയും സമ്മാനാർഹം. അവർ വീണ്ടും വീണ്ടും അവിടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ അതില് ഇൻവോൾവ് ആവേണ്ടി വരുന്നത്. ഇതൊക്കെയും ഞാൻ ഇരുന്നല്ല എഴുതുന്നത്. എനിക്ക് ഇരുന്ന് എഴുതാനാവില്ല. നടുവും കഴുത്തും ഒക്കെ നല്ല പ്രയാസ. ഇപ്പോഴും എന്റെ വീട്ടിൽ നിന്നൊരു പണി എനിക്ക് എടുക്കാനാവാറില്ല. അപ്പോൾ ഞാൻ കിടന്നിട്ട് എന്റെ ഫോണിൽ ടൈപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എഴുതിയതൊക്കെ പോവരുത് ടീച്ചർ, അതൊക്കെ പുസ്തകമാക്കണമെന്ന് എന്നെ സ്നേഹിക്കുന്നവർ, അതിലെന്റെ വിദ്യാർത്ഥികളുണ്ട്, എന്റെ ബന്ധുക്കളുണ്ട്, എന്റെ സഹപ്രവർത്തകരുണ്ട്, അങ്ങനെ കുറെ പേരുടെ ഒരു പ്രോത്സാഹനം. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് പേരുടെ പിന്തുണയുണ്ട്. ടീച്ചർ ചെയ്യണം, ചെയ്തോളൂ. കാരണം എന്റെ അന്നത്തെ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഒന്ന് വീണ്ടും ഒരു മനുഷ്യനായ ജീവിതത്തിലേക്ക് വരുന്നത് കണ്ടപ്പോ എന്നെ വീണ്ടും അവർ താങ്ങി കൈപിടിച്ച് എന്നെ വീണ്ടും തങ്ങളോടൊപ്പം ചേർത്ത്, അങ്ങനെ അവരൊക്കെ എന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും നിങ്ങളെ മുന്നിൽ കണ്ടാൽ പൂർണ്ണ ആരോഗ്യവതിയായി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടുന്ന് കിട്ടിയ അങ്ങനെ ചെയ്ത നിറച്ചാർത്തുകളിലാണ് ആ കുമാരനാശാൻ പുരസ്കാരം കിട്ടിയത്. അത് ആ കോവിഡ് കാലത്തുള്ള അന്നത്തെ അവസ്ഥകളാണ് ശരിക്കും ആ കവിതകളിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ 2 കവിത. അങ്ങനെ ഈ നാട്ടിലുള്ള ഇത്രയും ജനങ്ങൾ, എന്റെ മക്കൾ എല്ലാരും കൂടി എന്നെ ആദരിച്ചിരിക്കുന്നു. ഈശ്വരാ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ആദരവും ഇത് തന്നെയാണ്. പിന്നെ ഒന്നും കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ഹസൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളിൽ എല്ലാവരിലും കഴിവുകളുണ്ട്. ആരും കഴിവില്ലാതെ ജനിക്കുന്നില്ല. പക്ഷെ നമ്മൾ പല അവസ്ഥകളിലും പെട്ട് നമ്മളെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മള് കഴിവുകൾ അറിയുന്നില്ല. നമ്മൾ ഓരോ ഘട്ടത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് അതിലിങ്ങനെ നട്ടം തിരിയും. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരാരുമില്ല. അപ്പൊ നമ്മുടെ കഴിവുകൾ കൂടി നമ്മൾ കണ്ടെത്തുക, സ്വയം കണ്ടെത്തുക. എന്നിട്ട് അതിനെയും കൂടി നമ്മൾ പോഷിപ്പിച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം കേട്ടാ. നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനവും തോന്നും, ഒരാത്മാഭിമാനം. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളും കണ്ടെത്തുക. ഇപ്പൊ ചിലർക്ക് നന്നായി പാടാൻ കഴിവുണ്ടാവും, അല്ലെ ചിത്രം വരക്കാനായിരിക്കും, അല്ലെ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും ഉണ്ടാവും. അതും കണ്ടെത്തുക. ഇന്ന് ധാരാളം അവസരങ്ങളുണ്ട്. നമ്മളൊന്നും കുട്ടിക്കാലത്തുള്ളത് പോലെയല്ല. ഇന്നത്തെ അവസ്ഥ അന്നുണ്ടായിരുന്നെങ്കിൽ അന്നേ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് കാണുമായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലിയാവണം, പിന്നെ കല്യാണം കഴിപ്പിക്കണം, പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളായ കുടുംബമായി ഇങ്ങനെ പോവും. അപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു അസുഖം തന്നെ വന്നത് കൊണ്ടാണ്. കാരണം ഞാനല്ലെങ്കിൽ ആ വർക്കിലായിരിക്കുമല്ലോ അവിടെ കൂടുതലുണ്ടാവുക. ഇത് ഞാൻ അറിഞ്ഞത്. അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും വാക്കുകൾക്ക് അതീതമായ സന്തോഷവും സ്നേഹവും നന്ദിയുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സിലൊരു ഇച്ഛാശക്തി വേണം, ഒരു ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും വേണം. അതാണ് നമ്മളെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് നയിക്കും. വെറുതെ ഇങ്ങനെ ഓരോ പ്രതീക്ഷകളും, ഇപ്പം കല്യാണം കഴിഞ്ഞില്ല, അല്ലെ ജോലി കിട്ടിയില്ല, അല്ലെ വീടായില്ല, അങ്ങനെ ഓരോ പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. അതിലൊക്കെ നമ്മൾ നിരാശരാവാതെ നമ്മൾ അത് നേടും. എനിക്കത് നേടണം എന്നൊരു ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ കഠിന പ്രയത്നം ചെയ്താൽ നമ്മളെ അവിടെ എത്തിച്ചിരിക്കും. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആയിരുന്നു ഞാൻ പഠിച്ചൊരു പാടാത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ എനിക്ക് ചെയ്യാനാവോ എന്ന് ഞാൻ ആദ്യം ശങ്കിച്ച് നിൽക്കും. പക്ഷെ പിന്നെ എന്റെ ഉള്ളിൽ തന്നെ പറയും, വേണ്ട, എനിക്ക് ചെയ്യണം, പോകണം, എഴുതണം. അങ്ങനെ ഒരു ഇത് എന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി വരും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയും ഒരു ഉൾവിളിയും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മൾ തകർന്നു പോകരുത്. പ്രതിസന്ധികൾ ഇപ്പൊ നമുക്കെന്നെ അറിയാം, വയനാട്ടിലുള്ള അവസ്ഥ എന്താണ് നമ്മൾ കണ്ടേല്. ഞങ്ങൾക്ക് TV ഒന്നും അങ്ങനെ കാണാൻ തന്നെ പറ്റിയില്ല, ആ വിഷമം കാണാൻ. അപ്പോ അതിനെ അവരും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ എന്നും നമുക്ക് പ്രതിസന്ധികളുണ്ട്. അതിനുള്ള ഒരു അഗ്നി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതുപോലെ ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നതും ഒരുപാട് നമുക്ക് പറയാൻ കഴിയില്ല അതിന്റെ ശക്തി. അക്ഷരങ്ങൾ അഗ്നിയാണ്. ആ അഗ്നി ജ്വലിപ്പിക്കുക. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ഇപ്പം വളരെ സന്തോഷത്തോടെ ഒരുപാട് അഭിമാനത്തോടെയും നിൽക്കുന്നത്. അഭിമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം മാഷിവിടെ പറഞ്ഞു ഗുരുപൂജ. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ഇത്രയും സ്നേഹിക്കുക, ഇത്രയും ചേർത്ത് പിടിച്ചപ്പോ എനിക്കുണ്ടായ സന്തോഷം എത്രത്തോളാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോ എന്താ ഞാൻ പറയണ്ടേ, ഇങ്ങനെയൊരു നല്ല കാര്യം ഈ നാട്ടില് ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നാടിന്റെ വളർച്ച എന്ന് പറയുന്നതും ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതായത് മറ്റ് പല ജാതി മത രാഷ്ട്രീയത്തിന്റെ ഒരു അസ്വാരസ്യങ്ങളില്ലാതെ, അതുപോലെ ഇപ്പം നമുക്കറിയാം പല ലഹരികൾക്കും അടിമയാണ് ഇന്നത്തെ യുവതലമുറ. അപ്പൊ അതിലേക്കൊന്നും പോവാതെ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ നാടിന്റെ ഒരു വികസനത്തിന് വേണ്ടി, വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി, അതിനുവേണ്ടി ഇപ്പൊ ഇവർ എത്രയോ ദിവസങ്ങളായിരിക്കും ഇതിനു വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ ശാരീരിക അധ്വാനവും ഇവരുടെ മാനസികാധ്വാനവും സാമ്പത്തികമായിട്ടുള്ള ഇവരുടെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ വളരെ വലുതാണ്. അതിനൊക്കെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനം, സത്പ്രവർത്തനത്തിന് എത്രയും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിയാകില്ല. ഇത് ഇനിയും ഉയർന്ന് ഈ നാടിൻ്റെ തന്നെ ഒരു തിലകക്കുറിയാവട്ടെ നൊസ്റ്റാൾജിയ കെയർ ആൻഡ് ക്യൂർ ക്ലബ്ബ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഗുരുതുല്യരായിട്ടുള്ള പ്രൊഫസർ ഹുസൈൻകുട്ടി മാസ്റ്റർ അവറുകൾക്കും, അതുപോലെ തന്നെ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള നമ്മുടെ ടീച്ചർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഈ സൗണ്ടും സ്റ്റേജും അനുവദിച്ച വാടക സ്റ്റോറിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള അമ്മമാർക്കും കുട്ടികൾക്കും, അതുപോലെ തന്നെ നൊസ്റ്റാൾജിയ ഗ്രൂപ്പിന്റെ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കലാപരിപാടികളാണ്. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കും. മലബാർ പെട്ടി ഹിൽസ് റോഡ് കല്ലാച്ചി വൈദ്യുതി